ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും ഉത്സവം കഴിഞ്ഞ് എൻ്റെ ഉറക്ക ക്ഷീണത്തിലാണ്. പറയുമ്പോൾ നാക്ക് പോലും ഉളുക്കുന്നത്. എല്ലാവരും അവിടെ ഇവിടെയൊക്കെ മയങ്ങിയിരിക്കും. പക്ഷെ ഞങ്ങൾ മയങ്ങിയിരിക്കുകയല്ല, ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് പോയി. അപ്പോഴാണ് ഞങ്ങളുടെ പൂച്ചയ്ക്ക് പോലും ഉറക്കത്തിൻ്റെ ക്ഷീണമാണ്. കണ്ടോ, അവൻ ഭയങ്കര ഉറക്കമാണ്. ഒരാൾ ഉറക്കമൊക്കെ കഴിഞ്ഞ് അവിടെ കിടന്ന് പൊങ്ങിച്ചാടുന്നതിന് എന്ത് ചെയ്തിട്ട് അവനൊരു ഇതും കാണിക്കാതെ കണ്ണടച്ച് പിടിച്ച് കിടക്കും അവന്. ഞങ്ങളീ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ സ്ഥിരം പോകുന്ന വഴി കൂടെ തന്നെയാണ് പോകുന്നത്, അമ്പലത്തിൻ്റെ ബാക്ക് വശത്തോടുള്ള വയലിൽ കൂടെ. ഇതിലേക്കൂടെ നമ്മൾ ഉത്സവമൊക്കെ കയറിപ്പോയി, കാളയും കുതിരയൊക്കെ കയറിപ്പോയി ഇതിലേക്കൂടെ. ഇന്ന് കണ്ടോ വിജനമായിട്ട് കിടക്കുന്നു, ആരുമില്ലാതെ വിഷമിച്ചു കിടക്കുന്ന മലപ്പുറം. ഞങ്ങൾ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ ഉത്സവത്തിൻ്റെ അന്നല്ല കച്ചവടം കേട്ടോ. ഉത്സവം കഴിയുന്നതിൻ്റെ തൊട്ട് പിറ്റേ ദിവസം ഭയങ്കര കച്ചവടമാണ്. നമുക്ക് എന്ത് വേണമെങ്കിലും പോയി വാങ്ങിക്കാം. ശരിക്കും കച്ചവടക്കാരും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പം ഞങ്ങൾ എന്തായാലും വയലിൽ കൂടെ കയറി, തെക്കുംപുറത്ത് അമ്പലത്തിൻ്റെ ഇലയിൽ കൂടെ കയറി ഞങ്ങൾ അമ്പലത്തിൻ്റെ അവിടെ എത്തി. അപ്പോൾ നമ്മുടെ കെട്ടുത്സവം കുറച്ചൊക്കെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ നിരത്തി വെച്ചിട്ടുണ്ട്, കുറേയൊക്കെ അന്നേരം തന്നെ അങ്ങ് കൊണ്ടുപോകും. അങ്ങനെ അവിടെ കുതിരയൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട്. പിന്നെ ഇഷ്ടം പോലെ എന്ത് സാധനം വേണമെങ്കിലും നമുക്ക് വാങ്ങിക്കാം കേട്ടോ. ഇനി ഒരാഴ്ച അവരിവിടെ കാണും, ഒരാഴ്ച കഴിഞ്ഞേ അവർ പോകത്തുള്ളൂ. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പ്രത്യേകത, നമ്മൾ മീനമാസത്തിൽ ആദ്യത്തെ വെള്ളിയാഴ്ച കൊടിയേറും, രണ്ടാം വെള്ളിയാഴ്ച ഉത്സവം, മൂന്നാം വെള്ളിയാഴ്ച കൊടി ഇറങ്ങത്തുള്ളൂ. അപ്പം കൊടിയിറങ്ങുന്നവർ ഇവിടെ കച്ചവടവും കാര്യങ്ങളൊക്കെ കാണും. അപ്പം ഞങ്ങൾ ഇവിടെ വന്ന് അത്രയ്ക്ക് വലുതായിട്ടൊന്നും വാങ്ങിച്ചതൊന്നുമില്ല. പിന്നെ എല്ലാം ഒന്ന് കാണാം, പിന്നെ നിങ്ങളെയൊക്കെ ഒന്ന് കാണിക്കാം. നിങ്ങളിങ്ങനെ എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാരൊന്നും ചിലപ്പോൾ ഇങ്ങനെയുള്ള ഇതൊന്നും കണ്ടിട്ടില്ലായിരിക്കുമല്ലോ. ഓരോ നാടുകളിലും വ്യത്യാസമാണല്ലോ. അപ്പം ഞാൻ കരുതി എന്നാൽ ഞങ്ങളുടെ നാട്ടിൽ പ്രത്യേകതകളും വിശേഷങ്ങളും ഒക്കെ ഒന്ന് അറിയിക്കാനായിട്ട് തന്നെ ഞാൻ വീഡിയോ എടുക്കാനായിട്ട് പോയത്. അതൊന്നും വാങ്ങിച്ചതൊന്നുമില്ല, വാങ്ങിച്ചില്ലെന്നല്ല, എന്തോ കഴിക്കുന്ന ഇതൊക്കെ വാങ്ങിച്ചു, പിന്നെ ഐസൊക്കെ വാങ്ങിച്ചു. ഞങ്ങളുടെ കൂടെ വന്നവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞു പോയി. കുഞ്ഞമ്മ ഉണ്ടായിരുന്നു, 2 കുഞ്ഞമ്മമാരും ഉണ്ടായിരുന്നു, കുഞ്ഞമ്മമാരുടെ മക്കളുണ്ടായിരുന്നു. അവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി. പിന്നെ എന്തായാലും ഞങ്ങളവിടെയൊക്കെ കയറി കണ്ട് എല്ലാം വാങ്ങിക്കാൻ കേട്ടോ. പാത്രങ്ങൾ, ചെരുപ്പ്, തുണി, മാല, കമ്മൽ, വള എന്ന് വേണ്ട എല്ലായിടത്തും ഒടുക്കത്തെ തിരക്കും. എന്ത് സാധനം വേണമെങ്കിൽ നമ്മൾ പൈസയായിട്ട് വന്നാൽ മതി, നമുക്ക് എന്ത് സാധനം വേണമെങ്കിലും വാങ്ങിച്ചുകൊണ്ട് പോകാം. അതേപോലൊക്കെ എല്ലാം കച്ചവടമാണ് ഇവിടെ. അത് ഇവിടുത്തെ ഒരു പ്രത്യേകത, ഉത്സവം കഴിയുന്നതിന് പിറ്റേ ദിവസം. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ വീട്ടിലങ്ങനെ ജോലിയൊന്നും ഇല്ലായിരുന്നു, എല്ലാം ഉണ്ടല്ലോ. ഉത്സവത്തിൻ്റെ സാമ്പാർ, പുളിശ്ശേരി, അച്ചാർ എല്ലാം ഇരിപ്പുണ്ടായിട്ട് ഞങ്ങൾക്ക് അങ്ങനെ ജോലിയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഉറക്കത്തിൽ നിന്ന് ഉണർന്നപ്പോൾ തന്നെ ഏതാണ്ട് 8 മണിയായി. അത് കഴിഞ്ഞിട്ട് കുളിച്ചൊരുങ്ങി ഇങ്ങോട്ടിങ്ങ് പോരുന്നത്. പിന്നെ എവിടെ നോക്കിയാലും തിരക്കോട് തിരക്കില്ലാത്ത സ്ഥലമില്ല, എല്ലായിടവും തിരക്കാണ്. എന്തായാലും അങ്ങനെയൊക്കെ പോകുന്നതിൻ്റെയൊക്കെ ഇടയ്ക്ക് നമ്മുടെ കൂട്ടുകാരെ, കൂടെ പഠിച്ചവരെയൊക്കെ ഇഷ്ടം പോലെ കാണാനും പറ്റും. അങ്ങനെ എന്തായാലും ഞങ്ങൾ അവിടെ നിന്ന് കറങ്ങി തിരിഞ്ഞ് അടുത്തടുത്ത് വന്നു. അവിടെ നിന്ന് കറങ്ങി തിരിഞ്ഞ് ഇങ്ങനെ വീട്ടിലോട്ട് പോകാമെന്നും പറഞ്ഞ് വന്നപ്പോൾ ഞങ്ങളെ അറിയാവുന്ന ആൾക്കാരെ കണ്ടു. അങ്ങനെ ഇന്ന് കാര്യമൊക്കെ പറഞ്ഞ് അങ്ങനെ കുറേ സമയം പോകുന്നു. നമ്മളെ അറിയാവുന്ന ആൾക്കാരെ കണ്ട് അങ്ങനെ കാര്യം പറഞ്ഞാൽ നമുക്ക് സമയം കുറച്ച് പോകുന്നത്. അങ്ങനെ എന്തായാലും കറങ്ങി തിരിഞ്ഞ് ഞങ്ങൾ വന്നിട്ടുണ്ട്. വന്നപ്പോൾ ഉണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് കൂട്ടം തെറ്റിപ്പോയ ആൾക്കാരെ കണ്ടു കിട്ടി അവിടുന്ന്. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി വന്ന് ഒരു കടയിൽ ഞങ്ങൾ എല്ലാവരും കൂടി വന്ന് കയറി. അവിടെ നിന്ന് ഐസൊക്കെ കുടിച്ചു. പക്ഷേ ഐസ് കുടിക്കുന്നതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ, സോറി. അവിടെ തിരക്കിൻ്റെ ഇടയ്ക്ക് കാര്യം പറഞ്ഞുകൊണ്ടിരുന്ന അതങ്ങ് വിട്ടുപോയി. സത്യം പറഞ്ഞാൽ ഞാൻ അവിടെ ചെന്ന് പകുതി ഇവിടുന്ന് പോകുന്ന വഴിക്ക് ഞാൻ വീഡിയോ എടുത്തു. പക്ഷേ അവിടെ ചെന്ന് സാധനങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ പകുതി ആയപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യം ഓർത്തത് പോലും. പിന്നെ ഓർത്ത് അയ്യോ ഞാൻ വന്നത് വീഡിയോ എടുക്കാനായിട്ട്, അത് മറന്നുപോയല്ലോ എന്നും പറഞ്ഞിട്ട്. അതുകൊണ്ട് ഇതാണ് നമ്മുടെ മലപ്പുറം കാളയും കുതിരയൊക്കെ കയറി വരുന്ന ഭാഗം. ഇത് മേളിൽ നിന്നുള്ള കേട്ടോ. ഇവിടെ എല്ലാം പേപ്പറുകളൊക്കെ കിടക്കുക. പിന്നെ ഞങ്ങളെല്ലാവരും, കുഞ്ഞമ്മയും ഞങ്ങളെല്ലാവരും കൂടെ ഒത്തുകൂടി ഒരു കടയിൽ വന്നു. എല്ലാവരും കഴിക്കാനൊക്കെ ആയിട്ടുള്ള കുറേ പൊരിപ്പ് സാധനങ്ങളെല്ലാം ഇങ്ങനെ ലൂസായിട്ട് തൂക്കി വാങ്ങിക്കാൻ പറ്റും. അല്ലാതെ നമുക്ക് ഓരോരോ കവർ വേണമെങ്കിലും അങ്ങനെയും വാങ്ങിക്കാം. അപ്പം ഞങ്ങൾ ലൂസായിട്ട് സാധനങ്ങളൊക്കെ മേടിക്കാമെന്ന് കരുതി അങ്ങനെ വാങ്ങിച്ചു. പാർത്തമ്മോൻ വന്നിട്ടില്ല കേട്ടോ. അവൻ കാളയുടെ കൂടത്തിൽ ഭയങ്കര ഡാൻസ് കളിയും ബഹളവും ഒക്കെ ആയിരുന്നതുകൊണ്ട് ആൾ ഉറക്കത്തിൽ നിന്ന് ഉണർന്നത് പോലും ഇല്ലായിരുന്നു ഞങ്ങൾ വരുമ്പം. പിന്നെ ഞങ്ങൾ സാധനമൊക്കെ വാങ്ങിച്ചു, വീട്ടിലേക്ക് പോവുകയാണ്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.